നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന് പിന്നാലെ രാജ്യാന്തര കുടിയേറ്റത്തിൽ വൻതോതിലുള്ള ഇടിവ് രേഖപ്പെടുത്തിയപ്പോഴും ഇന്ത്യക്കാർ ലോകത്തെ ഏറ്റവും വലിയ കുടിയേറ്റക്കാരെന്ന് UN റിപ്പോർട്ട് പുറത്ത്. കുടിയേറ്റ രാജ്യങ്ങളുടെ പട്ടികയിൽ അറബ് ഇസ്ലാമിക മേഖലയിൽ സൗദി അറേബ്യ മുന്നിട്ട് നിൽക്കുന്നതായും കണക്കുകൾ രേഖപ്പെടുത്തുന്നു. ലോകത്ത് 3-ാം സ്ഥാനത്താണ് സൗദി. ഐക്യരാഷ്ട്രസഭ പുറത്തിറക്കിയ ഇന്റർനാഷണൽ മൈഗ്രേഷൻ റിപ്പോർട്ട് 2020 പ്രകാരമാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത്. കോവിഡ് മഹാമാരിയുടെ കാലത്ത് കുടിയേറ്റത്തിൽ 30% കുറവുണ്ടായതാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, 2019-നും 2020-നും ഇടയിൽ ഏകദേശം 2 ദശലക്ഷം കുടിയേറ്റക്കാരുടെ കുറവുണ്ടായതായി റിപ്പോർട്ട് രേഖപ്പെടുത്തുന്നു. അതേസമയം രാജ്യാന്തര കുടിയേറ്റക്കാരിൽ 2 പേരും 20 രാജ്യങ്ങളിൽ മാത്രമാണ് താമസിക്കുന്നത്. 51 ദശലക്ഷം രാജ്യാന്തര കുടിയേറ്റക്കാർക്ക് ആതിഥേയത്വം വഹിക്കുന്ന അമേരിക്കയാണ് ഏറ്റവും വലിയ കുടിയേറ്റ രാജ്യമായി തുടരുന്നതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ മാത്രം ആഗോള മൊത്തം കണക്കിന്റെ 18% തുല്യം കുടിയേറ്റക്കാരാണ് വസിച്ചു വരുന്നത്. 16 ദശലക്ഷം കുടിയേറ്റക്കാരുള്ള ജർമ്മനിയാണ് ഈ വിഭാഗത്തിൽ 2ാമത്തെ രാജ്യം. സൗദി അറേബ്യ 3ാമത്തെ രാജ്യമായി നിലനിൽക്കുകയാണ്. സൗദിയിൽ മാത്രം 13 ദശലക്ഷം കുടിയേറ്റക്കാർ ഉണ്ടെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇതേ തുടർന്ന് വരുന്ന രാജ്യങ്ങളായ റഷ്യയിൽ 12 ദശലക്ഷവും UK-യിൽ 9 ദശലക്ഷവും കുടിയേറ്റക്കാരാണ് അധിവസിക്കുന്നത്. 2020 അവസാനത്തോടെ മാതൃരാജ്യത്തിന് പുറത്ത് താമസിക്കുന്നവർ ആകെ 281 ദശലക്ഷമായതായാണ് കണക്കാക്കുന്നത്. 2000-ൽ ഇത് 173 ദശലക്ഷവും 2010-ൽ ഇത് 221 ദശലക്ഷവുമായി ഉയർന്നിരുന്നു. രാജ്യാന്തര കുടിയേറ്റക്കാർ നിലവിലെ ലോക ജനസംഖ്യയുടെ 3.6% പ്രതിനിധീകരിക്കുന്നതായും റിപ്പോർട്ട് പറയുന്നു. ആകെ 18 ദശലക്ഷം ഇന്ത്യക്കാരാണ് തങ്ങളുടെ രാജ്യത്തിന് പുറത്ത് താമസിച്ചു വരുന്നത്. ഇതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും വലിയ കുടിയേറ്റക്കാരുള്ള രാജ്യം ഇന്ത്യ കൂടിയാകുന്നു. 11 ദശലക്ഷം വീതം കുടിയേറ്റക്കാരുള്ള മെക്സിക്കോയും റഷ്യയുമാണ് ഇന്ത്യക്ക് തൊട്ടു പിന്നിൽ നിലനിൽക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.